നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വായ്പാ ഇളവിനുള്ള യോഗ്യത എങ്ങനെയാണെന്ന് നോക്കാം. യുഎസിലാണ് 2 ദശലക്ഷം വിദ്യാർത്ഥി വായ്പകൾ എഴുതിത്തള്ളുന്നത്. അതിനുള്ള എന്തെല്ലാമാണ് യോഗ്യത എന്ന് നോക്കാം. യുഎസിൽ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ എടുത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് വായ്പകളിൽ ഇളവ് ലഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചടവ് പദ്ധതി പ്രകാരം 2 ദശലക്ഷം വിദ്യാർത്ഥി വായ്പകൾ എഴുതിത്തള്ളാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇത് വർഷങ്ങളായി തിരിച്ചടവ് നടത്തുന്നവർക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും. ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് വായ്പ ഇളവ് നിർത്തിവച്ചേക്കുമെന്ന് ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്കയുണ്ടായിരുന്നു. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 300 യോഗ്യമായ തവണകൾ അടച്ചവർക്ക് പൂർണ്ണമായ വായ്പാ ഇളവിന് അർഹതയുണ്ട്. യോഗ്യതാ സ്ഥിരീകരണം സംബന്ധിച്ച ഇമെയിലുകൾ വായ്പാ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അയക്കും. ഇവയിൽ തുടർ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. വായ്പാ ഇളവിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ലോൺ സർവീസർമാർ വരും ആഴ്ചകളിൽ അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇളവ് വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിക്കുന്നവർ ഒക്ടോബർ 21 മുൻപ് ലോൺ സർവീസറുമായി ബന്ധപ്പെടണം. വായ്പാ ഇളവിനുള്ള യോഗ്യത ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 2 ദശലക്ഷം ആളുകൾക്ക് അവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സാധ്യതയുണ്ട്. യോഗ്യത നേടുന്നതിന് വായ്പാ ഗുണഭോക്താക്കൾ 300 യോഗ്യമായ തവണകൾ അടച്ചിരിക്കണം. യോഗ്യത സംബന്ധിച്ച സന്ദേശം വിദ്യാഭ്യാസ വകുപ്പ് ഇമെയിൽ മുഖേന അറിയിക്കും. നിങ്ങളുടെ ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ആവശ്യമായ തവണകൾ അടച്ചു തീർത്തതിനാൽ നിങ്ങളുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ ഭാഗികമായോ മുഴുവനായോ എഴുതിത്തള്ളാൻ യോഗ്യരായിരിക്കുന്നു എന്നിങ്ങനെയാകും മെയിൽ സന്ദേശം എന്നാണ് റിപ്പോർട്ട്. യോഗ്യരായവരുടെ വായ്പാ ഇളവ് പ്രക്രിയ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കും. ഈ സമയത്താണ് ലോൺ സർവീസർമാർ റദ്ദാക്കൽ പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രോസസ്സിങ്ങിന് ആഴ്ചകൾ ഒരുപക്ഷെ എടുത്തേക്കാം. വായ്പാ ഗുണഭോക്താക്കൾ ഏതെങ്കിലും അപ്ഡേറ്റുകൾ ട്രാക്ക് ചെയ്യാൻ അവരുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പാ അക്കൗണ്ടിൽ പതിവായി ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാനാകും. വെബ്സൈറ്റിൽ പ്രവേശിച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസും വായ്പാ ഇളവിനായി പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്നതും കാണിക്കും. എലിജിബിൾ ഫോർ ഡിസ്ചാർജ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പോലുള്ള അപ്ഡേറ്റുകൾ നോക്കി ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അമേരിക്കൻ റെസ്ക്യൂ പ്ലാൻ പ്രകാരം എഴുതിത്തള്ളിയ ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ ഡിസംബർ 31 വരെ ഫെഡറൽ നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം എഴുതിത്തള്ളുന്ന ഏതൊരു വായ്പയും നികുതിക്ക് വിധേയമാകാം. വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപനം വർഷങ്ങളായി പണം അടച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും വലിയ ആശ്വാസകരമാണ്. വായ്പാ തിരിച്ചടവ് ഇല്ലാതാകുന്നത് സാമ്പത്തികമായി ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കും. ഇതുകൂടാതെ കുടുംബങ്ങൾക്ക് പണം ലാഭിക്കാനും നിക്ഷേപം നടത്താനും മറ്റു പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് വായ്പ എഴുതിത്തള്ളുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളുന്നത് വൈകിപ്പിച്ച് വായ്പക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുവെന്ന് ആരോപിച്ച് ട്രംപ് ഭരണകൂടത്തിനിടെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. ഡിസംബറിന് ശേഷം എഴുതിത്തള്ളൽ നടന്നാൽ നികുതി നിയമത്തിലെ മാറ്റങ്ങൾ കാരണം വായ്പക്കാർക്ക് അപ്രതീക്ഷിതമായ നികുതി നേരിടേണ്ടി വരുമെന്ന് യൂണിയൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. കൂടുതൽ തൊഴിൽ സംബന്ധമായ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.